ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AM വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ഫ്രൈഡ് റൈസ് ആണ്. സോയ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. അതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടേക്കുക. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞു വെക്കുക. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, ഒരു വലിയ സവോള, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഞാൻ കുറച്ച് കോൺ കൂടി എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നന്നായി എണ്ണയിൽ വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. ഞാനിവിടെ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഈ പച്ചക്കറിയിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. അതേ സമയത്ത് തന്നെ നമ്മുടെ അരി ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരി ഒരു 90% വെന്തതിന് ശേഷം വരട്ടിയ പച്ചക്കറിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചേറെ കുരുമുളക് പൊടി ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ 90% വെന്ത ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഒരുമിച്ച് യോജിപ്പിച്ച് നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത്രയും മതി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സോയ ഫ്രൈഡ് റൈസ് ആണിത്. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് നല്ല സ്വാദും മണവും കിട്ടും. ഇതാണ് സ്വാദിഷ്ടമായ സോയ ഫ്രൈഡ് റൈസ് റെഡി. കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. താങ്ക് യു.